2024 മെയ് 3 വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ആണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ദിനം. നമുക്കറിയാം, മാധ്യമങ്ങൾ ഒട്ടേറെ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതായത് സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നതിനും തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതിനും നല്ല വിവരങ്ങൾ നൽകുന്നതിനുമൊക്കെയായി മാധ്യമങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം എല്ലാ സർക്കാരുകളും എല്ലാ രാജ്യത്തും അനുവദിച്ചുകൊണ്ടിരുന്നു. ചില രാജ്യങ്ങളിലൊക്കെ നിബന്ധനകൾക്ക് വിധേയമായാണ് മാധ്യമപ്രവർത്തനം നടന്നിരുന്നത്. എന്നാൽ ഇന്ത്യയെപ്പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ദ ഫോർത്ത് പില്ലർ എന്നാണ് മാധ്യമങ്ങളെ വിശേഷിപ്പിക്കപ്പെടുന്നത്. നാലാം തൂണ്, ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതിനും തെറ്റുകൾ തിരുത്തുന്നതിനും സമൂഹത്തെ നേർവഴിക്ക് നടത്തുന്നതിനും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ല നല്ല വിവരങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എടുത്ത് യാതൊരു നിയന്ത്രണങ്ങൾക്കും വിധേയമല്ലാത്ത രീതിയിൽ ജനങ്ങളുമായി സംവദിക്കുന്നതിനും പങ്കുവയ്ക്കുന്നതിനുമൊക്കെയുള്ള അവസരങ്ങളാണ് മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നത്. എന്നാൽ നമ്മൾ കാലങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. ഇന്ന് പല രീതിയിലും മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന സംഭവങ്ങളിലേക്കാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നതും കാര്യങ്ങളുടെ പോക്കും. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം ഒരുപാട് വർദ്ധിച്ചിരിക്കുകയും അത് അവരുടെ ജീവൻ പൊലിയുന്നതിന് വരെ ഇടയാക്കുകയും ചെയ്ത സംഭവങ്ങളാണ്. ഇന്നത്തെ ഈ ഒരു ദിനം മാധ്യമപ്രവർത്തന തൊഴിൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന സമയത്ത് ജീവൻ പൊലിഞ്ഞവരെ ഓർക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഈ ഒരു വേൾഡ് പ്രസ് ഫ്രീഡം ഡേ എന്നുള്ള ഈ ഒരു സംഭവം പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു കാര്യം നോക്കുക, നമ്മൾ മാധ്യമങ്ങളുടേതായ സ്വാതന്ത്ര്യം കുറേ അവർ തന്നെ സ്വയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, മാധ്യമങ്ങളെ ചങ്ങലക്കിടുന്ന, നിയന്ത്രിക്കുന്ന ഒരു വലിയ വിഭാഗം ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ന് മാധ്യമങ്ങൾ വലിയ പരസ്യ കുത്തക കോർപ്പറേറ്റ് കമ്പനികളുടെ അടിമകളായി മാറിയ സാഹചര്യമാണ് നമ്മളൊക്കെ കണ്ടുവരുന്നത്. എന്തെഴുതണം, എന്തെഴുതണ്ട, എന്ത് തുറന്നു പറയണം, എന്ത് തുറന്നു പറയരുത് എന്ന് തീരുമാനിക്കുന്ന ഇത്തരം വലിയ കോർപ്പറേറ്റുകളായി മാറിക്കഴിഞ്ഞു. പരസ്യങ്ങളുടെ മൂല്യത്തിനനുസരിച്ച് വാർത്തകൾ രചിക്കുന്ന രൂപത്തിലേക്ക് പല മാധ്യമങ്ങളും അധപ്പതിച്ചു കഴിഞ്ഞു എന്നുള്ളതും സത്യം തന്നെയാണ്. എന്തൊക്കെയായാലും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം. പല രീതിയിലുമുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, വാർത്തകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു. ഇതിൻ്റെയൊക്കെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട്? ഫേക്ക് ന്യൂസ് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മാധ്യമങ്ങളുടെ ആ ഒരു പ്രാധാന്യത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ, വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ദിനം മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉള്ളതാണ്. പല മാധ്യമങ്ങളും നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തനം നടത്തി വരുന്നുണ്ട്. അവരെയൊക്കെ നമുക്ക് ഇനിയും പ്രോത്സാഹിപ്പിക്കണം. തെറ്റിനെ തെറ്റായി കണ്ട് അതിനെതിരെ പ്രതികരിക്കാനും ശരിയെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള ചങ്കൂറ്റം മാധ്യമങ്ങൾ കാണിക്കണം. അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ, അധസ്ഥിത വിഭാഗങ്ങളുടെ, അവഗണന അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരണം. ഒരുപാട് സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മൂല്യച്യുതികൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തണം. ഇതൊക്കെയാണ് ഈ ഒരു മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട, എല്ലാ മാധ്യമപ്രവർത്തകരും ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ഇനിയും നല്ല രീതിയിലേക്ക് പ്രയോജനപ്പെടുത്താൻ, മാധ്യമ സ്വാതന്ത്ര്യം നിഷ്പക്ഷമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ എല്ലാ മാധ്യമങ്ങൾക്കും കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു വേളയിൽ ആശംസിക്കുവാനുള്ളത്. നന്ദി.